ഇപ്പം എത്ര ഫിലിംസ് പാടി? ഞാൻ അധികമൊന്നും പാടിയിട്ടില്ല. ഓൾമോസ്റ്റ് ഒരു 55 അബവ് 55 അത്രേ പാടിയിട്ടുള്ളൂ. കാരണം ഞാൻ ഈ കച്ചേരിക്ക് ഞങ്ങൾ ഔട്ട് ഓഫ് ഇന്ത്യ എല്ലാം കച്ചേരികൾക്ക് പോകണമെങ്കിൽ ഒത്തിരി അവസരങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. പലപ്പോഴും വിളിക്കുമ്പോൾ ചില മിക്കവാറും ഇവിടുന്ന് വെളിയിൽ പോകുമ്പോഴായിരിക്കും നല്ല പാട്ടുകളൊക്കെ അത് നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഏത് ഫിലിം ആദ്യം പാടിയത്? ചന്ദ്രമുഖി. അതാണോ ഫസ്റ്റ്? അപ്പൊ എൻട്രി വളരെ ലേറ്റ് ആയിട്ടാണ് അല്ലേ? അതാണ്. എന്നിട്ടും 50 ഫിലിംസ് ആയില്ലേ? 55 ഫിലിം പാടി. കൂടുതലും തമിഴ്, തെലുങ്ക്, കന്നഡ ഒക്കെ പാടി. ഒരു മലയാളിയായിരുന്നിട്ടും കേരളത്തിലൊക്കെ ആയിട്ടും നമുക്കൊരു അവസരം കിട്ടുന്നത് തെലുങ്കിലാണ് അല്ല, തമിഴിലെ തെലുങ്ക് പാട്ട്. മലയാളി അതാണ് അന്ന് അവിടെ എല്ലാരും പറയുന്നു, ഒരു മലയാളി തമിഴ് സിനിമയില് തെലുങ്ക് പാട്ട് പാടി. ഇതെങ്ങനെയാണ് ഈ അവസരം വന്നത് ചന്ദ്രമുഖിയിൽ? അത് കൃഷ്ണന്റെ ഒരു പണ്ട് വളരെ വർഷങ്ങൾക്ക് മുമ്പ് മാഗ്ന സൗണ്ടിൽ ഒരു കാസറ്റ്, പണ്ടൊരു മാഗ്ന സൗണ്ട് എന്നൊരു മ്യൂസിക് കമ്പനി ഉണ്ടായിരുന്നു. അതിനകത്ത് ഞാൻ കുറേ ആൽബംസ് റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഒരെണ്ണം ടോട്ടലി വെസ്റ്റേൺ ഓർക്കസ്ട്രേഷൻ വെച്ചുകൊണ്ട് ക്ലാസിക്കൽ കർണാട്ടിക് കോമ്പോസിഷൻസ്, വളരെ ആ കാലഘട്ടത്തിൽ വലിയൊരു സംഭവമായിരുന്നു. ലാൽഗുഡി സാറൊക്കെ എന്നെ വിളിപ്പിച്ച് നമുക്കിതുപോലെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിരുന്നു. പിന്നെ വേറെ ഒരു റെയർ രാഗാസ് എന്ന് പറഞ്ഞൊരു കോൺസേർട്ട് വിത്ത് ഗുഡ് അക്കമ്പനിങ് ആർട്ടിസ്റ്റ് ലൈക്ക് ഡൽഹി സുന്ദരരാജൻ, ശ്രീകൃഷ്ണ രാജാറാവു, സുരേഷ്. അതിനകത്ത് റെയറായിട്ടുള്ള രാഗങ്ങൾ വെച്ചുകൊണ്ടൊരു കോൺസേർട്ട്. അത് വിദ്യാസാഗർ സാർ അത് കേൾക്കാൻ ഒരിതുണ്ടായിരുന്നു. ആ സമയത്ത് കൂടുതൽ അടുപ്പം, ക്ലാസിക്കൽ മ്യൂസിക് വൈസ് അടുപ്പം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു അടുപ്പത്തിലൂടെയാണ് ഈ ഇത്. ബട്ട് ഹീ ഡിഡ്ന്റ് നോ ദാറ്റ് ഞാൻ ഒരു വോയിസ് റെക്കോർഡ് ചെയ്ത് കൊടുത്തിരുന്നു. പുതിയ ഫിലിം ചെയ്യുമ്പോൾ ഹി വാസ് ജസ്റ്റ് ട്രൈങ് ടു ഗെറ്റ് എ ന്യൂ വോയിസ്. അങ്ങനെ വന്നപ്പോൾ ഇതാ എന്ന് പറഞ്ഞുള്ള രീതിയിലായിരുന്നു വിളിച്ച് ചോദിച്ചു, ബിന്നി ഉങ്ക വൈഫ് താനാ അന്ന് സാറിൻ്റെ വിദ്യാസാഗർ സാറിൻ്റെ മാനേജർ മിസ്റ്റർ മുരുകൻ വിളിച്ചു ചോദിച്ചു. അപ്പം ഞാൻ കുട്ടികളെയും കൊണ്ട് നാട്ടിൽ പോയതാ അവധിക്കാലം ആഘോഷിക്കാനായിട്ട്. ഞാൻ ചെന്നവിടെ ഇറങ്ങിയപ്പോൾ വിളിക്കുന്നു, ഉടനെ വാ, കയറി വാ. ഞാൻ വരില്ല. അപ്പോൾ ഉടനെ എൻ്റെ അമ്മ പറഞ്ഞു, കൃഷ്ണ ചുമ്മാ പറയണമായിരിക്കും, കുട്ടികളൊക്കെ ഇവിടെ വെച്ച് നിങ്ങൾക്ക് രണ്ടുപേർക്കും നല്ല സൂഹിക്കാം, മേളിക്കാം, ഇപ്പം പോകണ്ട. കാരണം ഞാൻ ഡെമോ കൊടുത്തിട്ടുണ്ടായിരുന്നു, CD സാറിന് കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ സാറിന് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. സാറിൻ്റെ പാട്ടുകൾ വളരെ ഇഷ്ടമായിരുന്നു. പക്ഷെ അദ്ദേഹം ഈ മ്യൂസീഷ്യൻസിനെയും മ്യൂസിക്കിനെയും അദ്ദേഹം റെസ്പെക്ട് ചെയ്യുന്ന പോലെ വേറെ ആരും റെസ്പെക്ട് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല. ക്ലാസിക്കൽ മ്യൂസീഷ്യൻസിനെ വളരെയധികം റെസ്പെക്ട് ചെയ്യുന്ന ഒരു വ്യക്തിത്വമാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് മാത്രം കൊടുത്തത്, വേറെ ആർക്കും കൊടുത്തിട്ടില്ല. പക്ഷേ അത് വിളിക്കില്ല, അതൊന്നും നമ്മൾ നോക്കിയില്ല. കൃഷ്ണൻ്റെ പാട്ട് ഭയങ്കര ഇഷ്ടമായിരുന്നു. കൃഷ്ണനെ 2 പ്രാവശ്യം വിളിച്ചപ്പോഴും കൃഷ്ണനില്ല. ഒന്ന് നാഷണൽ പ്രോഗ്രാമിന് പോയി. കൃഷ്ണനെ പാടാൻ വിളിക്കുമ്പോഴെല്ലാം അദ്ദേഹം. അങ്ങനെയാണ് പിന്നെ ഇങ്ങനെ എന്നെ വിളിച്ചത്. എന്നിട്ട് പിന്നെ വന്നു, നാട്ടിലെത്തി. പിറ്റേ ദിവസം ഒരു രാവിലത്തെ ഫ്ലൈറ്റ് എൻ്റെ അടുത്ത് മാനേജർ പറഞ്ഞു, ഇങ്ങനെ ഒരു വാക്ക് പറഞ്ഞു, എത്രയോ ലക്ഷത്തിന്റെ കണക്ക് പറഞ്ഞു, എത്ര പൈസ കൊടുത്താൽ പോലും ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടില്ല, ഒരു ഓപ്പർച്യൂണിറ്റി ആണ്, ഇത് മാറ്റി വെക്കാവോന്ന് എന്തൊക്കെയോ ചോദിച്ചപ്പോൾ അപ്പോഴൊന്നും ഇങ്ങനെ ഒരു ഈ സിനിമയെ കുറിച്ചൊന്നും പറയുന്നില്ല, എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുമില്ല. എന്താണേലും ശരിയെന്ന് പറഞ്ഞ് കൃഷ്ണൻ അവിടെ ഒന്ന് പുള്ളി ഉറങ്ങിയിട്ടില്ല, ചീത്ത പറഞ്ഞു. അങ്ങനെ ഞാൻ കയറി വന്നു.